നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നിധി സുഭാഷിനെയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. പിന്നീട് സുധീഷ് അവിടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തില് കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. തിരുമേനിയോട് പറഞ്ഞു. അങ്ങനെ താലി വരെ മേടിച്ചു കൊടുത്ത് അതെല്ലാം തിരുമേനി പൂച്ചൊക്കെ സെറ്റ് ചെയ്ത് വെക്കുവാണ്. ആ സമയത്ത് സുനന്ദ എത്തിയിട്ടുണ്ടായിരുന്നില്ല. നികേഷ് വന്നിട്ട് നിധിയോട് ചോദിക്കുന്നുണ്ട്, നിധിയടുത്തി സുനന്ദ വരുമല്ലോ അല്ലേ, നമ്മളെ പറ്റിക്കൊന്നും ഇല്ലോന്ന്. പക്ഷെ നിധിക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു, ഉറപ്പായിട്ടും വരും, വരാതിരിക്കില്ല. ഈ ക്ഷേത്രത്തിൽ വെച്ചല്ലേ എന്നോട് പറഞ്ഞത്, എനിക്ക് സുഭാഷിയേണ്ട ഇഷ്ടമാണ്, എനിക്ക് സുഭാഷിയേണ്ട ഒപ്പമുള്ളൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞേ. വേറൊരാളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് അവൾക്ക് ഒരുക്കുമല്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ കാത്തിരിക്കല്ലേന്ന് പറഞ്ഞു. അങ്ങനെ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം മുഹൂർത്തത്തിന് ഇനി സമയമുണ്ടല്ലോ. ആ സമയത്ത് സുനന്ദയാണെങ്കിൽ വീട്ടില് ടെൻഷൻ അടിച്ചിരിക്കുക. എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ലളിത പുറത്തേക്ക് പോയിട്ട് വേണം പുറത്തിറങ്ങാനായിട്ട്. അങ്ങനെ ലളിത പോകാൻ വേണ്ടി കാത്തിരുന്നു. ലളിത പോയ ഉടനെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് ബാഗിനകത്തെല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ്. കാരണം സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വേണം. ഇനി ആ വീട്ടിൽ ചെന്നാലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നാൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അതൊന്ന്. പിന്നെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആധാറും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാം എടുത്തു വെച്ചു. അതിനുശേഷം ഒരു സാരിയൊക്കെ എടുത്ത് അങ്ങനെ ലളിത പോയ ഉടനെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഹാളിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആണ്ടിരിക്കുന്നു അച്ഛമ്മ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ലളിത പോകുന്നത്. ലളിത പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുനന്ദയെ നോക്കിക്കോണം, അവളെ ഒരിടത്തും പറഞ്ഞു വിടല്, അവള് കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പുറേ പോകുന്നൊക്കെ. അപ്പം അതൊക്കെ അറിയായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്താണ് സുനന്ദ ഹാളിലേക്ക് വരുന്നത്. സുനന്ദയെ കണ്ടതും അവർ ചോദിച്ചു, നീ ഇത് എങ്ങോട്ട് പോവാന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുനന്ദ പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിലേക്ക്. അല്ല, നീ രാവിലെ ഇന്നലെ ഒക്കെ ക്ഷേത്രത്തിൽ പോയതല്ലേന്ന് ചോദിച്ചു. ഞാൻ രാവിലെ ഒന്നും ക്ഷേത്രത്തിൽ പോയില്ല, ഇന്നലെ പോയുള്ളൂ എന്ന് പറയണം. എന്നും ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമുണ്ടോ? ഇന്നലെ പോയതല്ലേ? ആ, ഇന്നലെ പോയതാ, പക്ഷെ എന്നും ചെല്ലണമെന്ന് പറയണം. എന്നും ചെയ്ത് ചില പൂജകളും വഴിപാടുകളൊക്കെ നടത്താനുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഇതിനെക്കുറിച്ച് എന്നോട് ലളിതയൊന്നും പറഞ്ഞില്ലല്ലോ. അത് അമ്മ ചിലപ്പോൾ മറന്നുപോയതായിരിക്കും ധൃതിക്ക് പോയതുകൊണ്ട്. അതൊന്നും എനിക്കറിയില്ല. എന്നാലും നീ പോവണ്ട, നീ ഇപ്പോൾ ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുനന്ദ പറഞ്ഞു, എന്താ അച്ഛമ്മ ഇങ്ങനെ പറയണേ? ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? നീ പോകുന്നില്ല. അവൾ വന്നു കഴിയുമ്പോഴേ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. നിന്നെ ഒരിടത്തേക്കും വിട്ടേക്കല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓ, ഇത് വല്ലാത്ത പുലിവാലായല്ലോ എന്ന് സുനന്ദ വിചാരിച്ചു. എന്താ ചെയ്യണ്ടേ? അച്ഛമ്മ ഒന്ന് ഒതുക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമല്ലോ. പിന്നീട് സുനന്ദ നോക്കിക്കഴിഞ്ഞപ്പോൾ ടി വി വെക്കാം. സുനന്ദ പോയി ടി വി വെക്കുവാണ്. അപ്പം തലേ ദിവസത്തെ സീരിയൽ ഉണ്ടായിരുന്നു, അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സുനന്ദയുടെ അച്ഛമ്മയ്ക്ക്. ഇപ്പം അത് ഓടിക്കൊണ്ടിരിക്കുവാണ്. ഓ അച്ഛമ്മ, ഇത് കണ്ടോ? അച്ഛമ്മയ്ക്ക് ഇന്നലെ ഈ സീരിയൽ കാണാൻ പറ്റിയില്ലോ. ഇല്ല മോളെ എന്ന് പറഞ്ഞു. ഇതേ ഇപ്പോഴുണ്ട്, ഇന്നലെ ഒന്ന് കാണണ്ടായിരുന്നു, നല്ല നല്ല ഭാഗങ്ങളായിരുന്നു, കണ്ട കഥ തന്നെയായിരുന്നു. അത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, കൊള്ളാലോ എന്ന് പറയണം. അങ്ങനെ അച്ഛമ്മ ആകാംക്ഷപൂർവ്വം അവിടെ ഇരുന്ന് കാണുവാണ്. ഈ സമയം സുനന്ദ പതുക്കെ അകത്തേക്ക് കയറി നോക്കി. അച്ഛമ്മ അതിനകത്ത് ലയിച്ചിരിക്കുകയാണ്. ഇത് തന്നെ പറ്റിയ സമയം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പുറത്തു പോകാനായിട്ട്. ഈ സമയത്ത് സുനന്ദയെ കാണാതെ വന്നു കഴിഞ്ഞപ്പം നല്ല ടെൻഷനായി നിധിക്കൊക്കെ. അപ്പം നിധിയുടെ അടുത്ത് വന്നിട്ട് നികേഷ് ചോദിച്ചു, നിധിയടുത്തി സുനന്ദ എങ്ങാനും വരുമെന്നേ എന്ന് പറഞ്ഞു. ആ സമയത്താണ് തിരുമേനി അങ്ങോട്ട് വരുന്നത്. തിരുമേനി വന്ന് സുധീഷിനെ വിളിക്കുകയാണ്. അതെ, അകത്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാൻ പറയണം. അങ്ങനെ സുധീഷ് നിധിയെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. അപ്പം താലികെട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മതിയോ നോക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. പിന്നീട് നിധിയോട് ചോദിച്ചു, ഇത് പോരേന്ന് ചോദിച്ചു. ഇത് മതി എന്നൊക്കെ പറയാണ്. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയം നിധി പറഞ്ഞു, എത്രയും പെട്ടെന്ന് സുനന്ദ ഒന്ന് വന്നാൽ മതിയായിരുന്നു. അപ്പോഴേ സുധീഷ് പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട്, സുനന്ദയുടെ കാര്യമായതുകൊണ്ട് നമ്മളെ പറ്റിച്ചാണോ എന്ന് സംശയമുണ്ട്. അങ്ങനെ പറ്റിക്കുന്ന ആളല്ലെന്ന് പറഞ്ഞു. അല്ല, ഇനി എത്ര സമയം വേണ്ടി വരും കല്യാണത്തിന്? കല്യാണത്തിന് ക്ഷേത്രത്തിലല്ലേ, പെട്ടെന്ന് തന്നെ കഴിയുമെന്നൊക്കെ പറഞ്ഞു. എന്താണെങ്കിലും അതേ സമയമൊന്നും താമസിക്കില്ല എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് സുധീഷ് പറഞ്ഞു, അല്ല നമ്മുടെ കല്യാണത്തിന് കുറേ താമസം പിടിച്ചല്ലേന്ന് ചോദിച്ചു. പോലീസ് സ്റ്റേഷനിൽ. അതോ? അത് പിന്നെ പോലീസ് സ്റ്റേഷനല്ലേ എന്നൊക്കെ നിധിയും പറയാണ്. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം സുഭാഷൊക്കെ അക്ഷമയോട് കൂടി കാത്തിരിക്കുവാണ്. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഇതുവരെയായിട്ട് സുനന്ദ വന്നിട്ടുമില്ലല്ലോ. അപ്പോഴേക്കും സുഭാഷിൻ്റെ അടുത്ത് എന്നിട്ട് നിധി പറഞ്ഞു, അതെ പേടിക്കൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, ഉറപ്പായിട്ട് സുനന്ദ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷിനെ ആശ്വസിപ്പിച്ചു. ഈ സമയത്ത്
സുനന്ദ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അച്ചമ്മ അങ്ങനെ ടി വിക്കകത്ത് മുഴുകിയിരിക്കുക. പതുക്കെ പമ്മി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ സന്തോഷത്തോടെ ഇറങ്ങണം. അപ്പം അതിനു മുമ്പ് തന്നെ സുനന്ദ പോയിട്ട് അവിടെ അവരുടെ കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി എന്നോട് ക്ഷമിക്കണം അച്ഛനോടും അമ്മയോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്, എനിക്ക് സുഭാഷേണ്ണ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീട് വിട്ടു പോകുന്നത്. ഞാൻ എത്രയോ വട്ടം നിങ്ങളോട് പറഞ്ഞതാ ഈ വിവാഹം നടത്തി തരാനായിട്ട്. നിങ്ങൾ കേട്ടോ, നിങ്ങൾ കേൾക്കുമായിരുന്നു എനിക്കിപ്പോൾ ഇങ്ങനെ അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. സുഭാഷേണ്ണല്ലാതെ വേറെ ആരെൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല, സന്തോഷം സമാധാനം ഉണ്ടാകാനും പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. എന്നോട് ദേഷ്യവും തോന്നരുത്. അപ്പോൾ അവരോട് മാപ്പൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയിരുന്നത്. അങ്ങനെ ഇറങ്ങി ഗേറ്റ് അങ്ങോട്ട് കടന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേനുമാണ് ലളിതയുടെ വരവ്. ലളിത പോയിട്ട് അതേപടി തിരിച്ചു പോന്നു. ലളിത എന്തൊരു കാര്യം എടുക്കാൻ മറന്നു പോയിട്ട് തിരികെ വീട്ടിലേക്ക് വന്നാണ്. അപ്പോഴാണ് സുനന്ദയെ കാണുന്നത്. സുന്ദരി ചോദിച്ചു, നീ ഇതെങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു. ഞാൻ ക്ഷേത്രത്തിലേക്കോ? ഈ സമയത്ത് എന്തിനാ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്? അത് ഞാൻ രാവിലെ പോയില്ല, അതുകൊണ്ട്. അല്ല, നിന്റെ കയ്യിൽ ഇതെന്താ? പറഞ്ഞല്ലോ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന. നിന്റെ കയ്യിൽ ഇതെന്താന്ന് ചോദിച്ചേ. എൻ്റെ കയ്യിൽ എന്താണെങ്കിലും അമ്മയ്ക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. എടി സത്യം പറഞ്ഞു, നീ എങ്ങോട്ട് പോയതാന്ന് ചോദിച്ചു. ഞാൻ എങ്ങോട്ട് വേണം പോയിക്കോളാം, അമ്മയ്ക്ക് എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും ലളിത എന്ത് ചെയ്തു, സുനന്ദയുടെ കയ്യെ പിടിച്ച് വലിച്ച് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ഇങ്ങോട്ടേക്ക് വാടിയെന്ന് പറഞ്ഞുകൊണ്ട്. ലളിത നല്ല തണ്ട് നടിയൊക്കെ ഉണ്ട്, സുനന്ദയ്ക്ക് അത്ര ആരോഗ്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ സുനന്ദയെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോയി. സത്യം പറഞ്ഞു, നീ എങ്ങോട്ട് പോയതാന്നൊക്കെ ചോദിക്കണം. ആ സമയത്ത് അച്ഛമ്മ എങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താ ലളിതേ, അമ്മ കണ്ടില്ല ഇവളെ ഇറങ്ങിപ്പോയെന്ന് ചോദിച്ചു. ഇവിടെ എവിടെ പോയി? ഇവളിവിടെ ഉണ്ടായിരുന്നല്ലോ. പറ്റിയ ആളെ ഞാൻ നോക്കാൻ ഏൽപ്പിച്ച്. അല്ല, ഈ ടി വിയും വെച്ച് തന്നിട്ട് ഇവിടെ നൈസായിട്ട് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞല്ലേ. പിന്നീട് സുനന്ദയോട് ചോദിച്ചു, എന്താടി ഇതിലെന്ന് ചോദിക്കണം. സുനന്ദ ഒന്നും മിണ്ടിയില്ല. നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റുമായിട്ട് നീ എങ്ങോട്ട് പോയതാടിന്ന് ചോദിച്ചു. അവസാനം സുനന്ദയ്ക്ക് ദേഷ്യമായി. സുനന്ദ പറഞ്ഞു, ഞാൻ പോകാൻ തന്നെ പോയതാ, ഞാൻ ഈ വീട് വിട്ട് പോയതാന്ന് പറഞ്ഞു. വീട് വിട്ടോ? എന്താടി നീ പറഞ്ഞെന്ന് ചോദിച്ചു. അതെ, ഞാൻ വീട് വിട്ട് പോയതാ. സുഭാഷേണ്ണ എനിക്ക് വേണ്ടി ക്ഷേത്രത്തിൽ കാത്തിരിക്കുന്നുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള വിവാഹം എന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു നിമിഷം ഒന്നും ഞെട്ടി ലളിത. പിന്നീട് സുനന്ദയുടെ കർണത്തിനോട് ഒറ്റ അടി കൊടുക്കണം. എന്താടി അധിക പ്രസംഗിനി പറഞ്ഞെന്ന് ചോദിച്ച്. സുനന്ദ പറഞ്ഞു, അമ്മ എന്താ ഈ കാണിക്കണേ? അമ്മേനെ തല്ലിയാലും ശരി കൊന്നാലും ശരി, എനിക്ക് സുഭാഷേണ്ണോടൊപ്പം ഒരു ജീവിതം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അവളുടെ ഒരു സുഭാഷേണ്ണും മിണ്ടരുത്, മിണ്ടിയാൽ നിന്നെ കൊന്നു കളയെന്ന് പറഞ്ഞു. കൊന്നാലും പ്രശ്നമില്ല, ഇനി അമ്മയൊന്നും പറയുന്ന അനുസരിച്ച് ഞാൻ നിൽക്കില്ല, എനിക്ക് എന്തായാലും പോകണം. എടി, നിനക്ക് ആ മേസ്ത്രിയെ തന്നെ വേണമല്ലേ? നല്ല ഒന്നാം തന്നെ ഒരു ആലോചന നിനക്ക് വന്നിരിക്കുക. നിനക്ക് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് ആ വൃത്തികെട്ടവരെ ആ കുടുംബത്തിലേക്ക് നിനക്ക് പോകണമല്ലേ? അതും അച്ഛൻ്റെ അമ്മയുടെ വാക്കുകളൊന്ന് കേൾക്കാഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ സുനന്ദ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോവും. അമ്മേനെ വെറുതെ പേടിപ്പിച്ചിരുത്താൻ നോക്കൊന്നും വേണ്ട. എനിക്ക് ഈ വീട്ടിൽ താമസിച്ചും മടുത്തു. കാരണം സുഭാഷേണ്ണ ഇഷ്ടമാണെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു. സുഭാഷേണ്ണുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിക്കുമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോകുമായിരുന്നോ? ഇല്ല. എടി, അവൻ എന്ത് അവനെ എന്ത് കണ്ടിട്ടാ നീ അവനോടൊപ്പം ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ഇരുന്നോണം. ഇല്ല, ഇനിയിപ്പോൾ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, തല്ലിയാലും കൊന്നാലും ശരി, ഞാൻ പോകും. ഇല്ലെങ്കിൽ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. നിന്നെ മുറിക്കാത്തിട്ട് പൂട്ടാൻ എനിക്കറിയാം. പൂട്ടിക്കോ, പക്ഷെ ഞാൻ പോയിന് ശേഷം ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കും. എനിക്കിഷ്ടമില്ലാത്ത വിവാഹത്തിന് എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുമെന്ന്. പിന്നെ കല്യാണമൊന്നും നടക്കാനൊന്നും പോകുന്നില്ല, അമ്മയ്ക്കറിയാലോ. ഇത് കേട്ടപ്പം എടുത്തു പറഞ്ഞു, ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ, നീ എന്നെ പോലീസ് സ്റ്റേഷൻ കയറ്റൂലേ? അങ്ങനെ തന്നെ വേണോടി, നീ ഇത്രയും കാലം വളർത്തി വലുതാക്കിയിട്ട് നീ അവസാനം തരുന്ന ശിക്ഷ. ഓ മതി, നിർത്തമ്മേ ഈ വളർത്തി വലുതാക്കിയ കണക്ക്. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഞാൻ. എടി, നിന്റെ അച്ഛൻ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാണെന്നറിയാലോ? അച്ഛൻ കഷ്ടപ്പെടുന്ന ഞാൻ പറഞ്ഞു അച്ഛനോട് കഷ്ടപ്പെടാൻ പോയി. എനിക്ക് വേണ്ടിയിട്ട് അവിടെ പോയി കിടന്ന് പൈസ ഉണ്ടാക്കിയിട്ട് സ്വർണം പണമൊക്കെ കൂട്ടി വെച്ചെന്നെ വേറെ കെട്ടിച്ചോണമെന്ന് ഞാൻ പറഞ്ഞു. ഇല്ലല്ലോ, അത് നിങ്ങളുടെ തീരുമാനമല്ലേ, അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഓഹോ, അപ്പം നിനക്ക് പുല്ല് വിലയല്ലേ? അതെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോവും എന്നും പറഞ്ഞുകൊണ്ട് സുനന്ദ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവസാനം അറ്റ അടവെടുക്കുവാണ് ലളിത. പോയിക്കോ, നീ പോയിക്കോ, പക്ഷേ നിന്റെ കഴുത്തിൽ അവൻ താലി ആർത്തുന്ന സമയത്ത് ഇവിടെ എൻ്റെ ശവമായിരിക്കും വീഴുന്നത്. ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല, ഞാൻ മരിക്കത്തുള്ളെന്ന് പറഞ്ഞു. ഒരു നിമിഷം സുനന്ദ ഞെട്ടിപ്പോയി. പോയിക്കോടി. ആ സമയത്ത് അച്ഛമ്മ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ എന്തൊക്കെയാ സുനന്ദയെ കാണിക്കണേ? നിന്റെ അമ്മയും അച്ഛനും ധിക്കരിച്ച് നീ പോകാൻ തുടങ്ങുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയണം. ഒടുവിൽ സുനന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുനന്ദ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ പിന്നെ തനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല. സുനന്ദയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ആ സമയം ക്ഷേത്രത്തിൽ തിരുമേനി വന്നിട്ട് പറഞ്ഞു, അതെ,
ഇത്ര സമയമായി, ഇനി മുഹൂർത്തത്തിന് ഇത്ര സമയം കൂടെ ബാക്കിയുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ഇപ്പം തന്നെ ആള് വരും, തിരുമേനി അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഈ സമയത്ത് നിധി പറഞ്ഞു, അവൾ വരുമെന്ന് എന്നോട് പറഞ്ഞ് വരാതിരിക്കില്ലായിരിക്കും അല്ലേ. നിധിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്ക് സുഭാഷ് പറഞ്ഞു, ഒന്നും എടുത്ത് പേടിക്കണ്ട, വരുവാണെ വരട്ടെ, നീ എന്തിനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്, കാരണം ആ വീട്ടുകാരല്ലേ, എന്താണെങ്കിലും വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു, എന്നോട് വരാമെന്ന് പറഞ്ഞു, ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ സുഭാഷേനെ എങ്ങോട്ട് വിളിച്ചാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ സമയം കൂടെ കഴിഞ്ഞു, സുനന്ദ വന്നില്ല. ആ സമയത്ത് സുനന്ദയോട് ലളിത പറഞ്ഞു, എടി നിന്റെ അച്ഛന് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ, അദ്ദേഹത്തിന് അവിടെ അറ്റാക്ക് വരെ ഉണ്ടായി, നിന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ടാണ് പറയാതിരുന്നേ? നിന്റെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ നിന്റെ അമ്മാവനും ഒക്കെ അതൊക്കെ മറച്ചു പിടിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് പോലും ആ മനുഷ്യൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. നിന്നെ ഒരാളെ ഓർത്തിട്ടാ. അപ്പം നീ ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്നറിഞ്ഞാൽ ആ മനുഷ്യന് ജീവിച്ചിരിക്കുമോ? ഒരിക്കലും ഇല്ല. അദ്ദേഹം അറ്റാക്ക് വന്ന് മരിക്കുള്ളൂ. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് സുനന്ദയുടെ സ്വഭാവമൊക്കെയാണ് മാറ്റിയെടുക്കുകയാണ്. സുനന്ദയുടെ മനസ്സ് മാറ്റുകയാണ് അവിടെ ഇരുന്ന്. സുനന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുനന്ദ കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് തിരുമേനി അവസാനം എന്ത് ചെയ്തു, കൊടുന്ന് അവിടെ ഉണ്ടായിരുന്ന കവറും കാര്യങ്ങളെല്ലാം കൊടുത്തു. അതേ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തായാലും മുഹൂർത്തം കഴിഞ്ഞു പോയെന്ന് പറയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവർക്കാർക്കും. പിന്നീട് തിരുമേനിയെ താലി എടുത്ത് സുഭാഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാ താലി എന്ന് പറഞ്ഞാണ്. സുഭാഷ് ഒരു നിമിഷം വല്ലാതെ ഏപ്പി. പിന്നീട് താലി മേടിച്ച് പോക്കറ്റ് വെക്കുകയാണ്. നിധി വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ തിരുമേനി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നിധി പറഞ്ഞു, സുഭാഷ് ഏട്ടൻ ഞാൻ കാരണം എന്ന് പറഞ്ഞുകൊണ്ട്, സുഭാഷ് ഏട്ടൻ ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് സുഭാഷ് പറഞ്ഞു, വേണ്ട, പേടിക്കൊന്നും വേണ്ട, എനിക്ക് സങ്കടമൊന്നുമില്ല, ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധി ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.